നമ്മളെ ഓർത്ത് ദൈവം നിരാശപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കി വെച്ചു. എല്ലാ കാര്യങ്ങളും ഓരോ ദിവസവും പലരിലൂടെയുമായിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. വചനമായിട്ടും അതുപോലെ സൽവചനങ്ങളായിട്ടും മാതൃകകളായിട്ടും നൽകുന്നു. എന്നിട്ടും ഞാൻ എൻ്റെ പാപത്തിൻ്റെ വഴിയിലൂടെ തന്നെയാണോ നടക്കുന്നത്? എനിക്ക് വേണ്ടി കുഴലൂതി ഞാൻ നൃത്തം ചെയ്തില്ല. ഞാൻ ഒരു കഠിന ഹൃദയമായിട്ട് തന്നെയാണ് ദൈവസന്നിധിയിൽ, ഞാൻ കഠിന ഹൃദയമായിട്ടാണോ ഞാൻ ജീവിക്കുന്നത്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം വേറെ ഒന്നുമല്ല, കഠിന ഹൃദയമാക്കുക എന്നുള്ളത് കേൾക്കുന്നുണ്ടോ ഒക്കെ, പക്ഷേ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങാൻ ഒന്നിനെയും ഞാൻ അനുവദിക്കുന്നില്ല. ആത്മീയമായ ഒരു ചിന്തകളെയും ആഴ്ന്നിറക്കാൻ, ദൈവത്തിൻ്റെ കൃപ എന്നിലേക്ക് നിറയ്ക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുന്നില്ല. അങ്ങനെ ഒരു മരവിപ്പുള്ള ജീവിതമാണോ എൻ്റെ എന്ന് നമ്മൾ ചിന്തിക്കുക. ഞാൻ മരവിച്ച് പോയിട്ടുണ്ട്, ആത്മീയ ജീവിതത്തിൽ ഞാൻ മരവിച്ച് പോയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ ഓടി നടക്കുന്നുണ്ട്, ഇങ്ങനെ ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യുന്നു, അത് ചെയ്യണം, അതിന് ഒരുക്കങ്ങൾ, ഇതിന് ഒരുക്കങ്ങൾ. എന്നാൽ എൻ്റെ ആത്മീയ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ഒരുക്കങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. വചനവും വായന, ഓരോ ദിവസം ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കൃപ നിറയ്ക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ മിനിമം കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോവുകയാണോ? മിനിമം കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിന് നമ്മൾ സംതൃപ്തിപ്പെട്ടു പോകുന്നവരാണ്. അപ്പോൾ അവർ ചിന്തിക്കുക, ഉള്ളിൽ ചിന്തിക്കുകയും ഇങ്ങനെയാ, ഞാൻ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഒരു ചിന്തയുമായിട്ടാണ് പോകുന്നത്. നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന റുട്ടീനായിട്ടുള്ള യമപ്രാർത്ഥനകൾ അല്ലെങ്കിൽ എലിയകൾ, അതുപോലെ കുറച്ച് ജപമാലകൾ, അത്രയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകും. എന്നാൽ കൂടുതലായിട്ട് ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കൂടുതൽ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നീ, പക്ഷെ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ചിന്തിച്ചു നോക്കി, മിനിമം കൊണ്ട് ഓട്ടയടച്ചു പോകുന്നവരാണോ നമ്മളൊക്കെ? പ്രാർത്ഥിക്കാം.